ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ റാൻഡം ആൾക്ക് 20,000 രൂപ ചിലവാൻ കൊടുക്കാൻ പോവുകയാണ് 1 മണിക്കൂർ. ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് 8 മാസം മുമ്പേ. അന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞ ഒരു 50,000 ലൈക്ക് കിട്ടുമെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ 50,000ന്റെ ഒരു വീഡിയോ തരാം, 50,000 ചിലവാക്കാൻ തരുമെന്ന്. പക്ഷേ ഞാൻ 30,000 ലൈക്ക് കിട്ടിയുള്ളൂ. അതെന്റെ തെറ്റാ, ഞാൻ വീഡിയോയുടെ അവസാനമായിട്ടാണ് പറഞ്ഞത്. ഇപ്രാവശ്യം ഞാൻ ആ തെറ്റ് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു, ഈ വീഡിയോക്ക് 50,000 അല്ല 1,00,000 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ 50,000 രൂപയുടെ വീഡിയോ ഉണ്ടാക്കും. നിങ്ങൾക്ക് 50,000 രൂപ റാൻഡം ഒരാൾക്ക് ചിലവാക്കാൻ കൊടുക്കും. തരല്ലേ? തെറ്റാണ്, എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വളരെ ചുരുക്ക റൂൾസ് മാത്രമേ ഉള്ളൂ. 10 ഐറ്റം മേടിക്കുന്ന 20,000 രൂപയ്ക്കകത്ത് ഈ 10 ഐറ്റവും ഇങ്ങനെ ഓരോ വില കൂടി ആയിരിക്കണം. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏത് വിലയ്ക്ക് മേടിക്കുന്നു അതിന്റെ കൂടുതലായിരിക്കും അടുത്തത്. അങ്ങനെ കൂടി മേടിക്കാൻ പറ്റത്തുള്ളൂ. പ്ലാൻ ചെയ്ത് മേടിക്കുക. 10 ഐറ്റം വേണം. 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ 10 ഐറ്റം മേടിച്ചില്ലെങ്കിൽ ഞാൻ സാധനം കൊണ്ടുപോകും. 1 മണിക്കൂർ 20,000 പൊക്കത്ത് പോയാൽ അപ്പോൾ ഞാൻ സാധനം കൊണ്ടുപോകും. രണ്ട് റൂൾസ് മാത്രം. പിന്നെ നേരത്തെ പറഞ്ഞ ചെറിയ മിനി റൂൾസ് മാത്രം. അപ്പം നമുക്ക് ആളത്തപ്പം. ലാസ്റ്റ് ടൈം നിങ്ങൾ പറഞ്ഞ മോളി വല്ലതും ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് തീർക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ മോളി തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് പൈസ തികഞ്ഞില്ല എന്തെങ്കിലും കുറ്റം വരാൻ പോകുന്നുള്ളൂ. പൈസ തീരും. എന്തായാലും ആരെങ്കിലും തപ്പണം. ഞായറാഴ്ച ആയതുകൊണ്ട് ആരെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അതെല്ലാം പിള്ളേരായതുകൊണ്ട് പോയി ഞാൻ അവർക്ക് ചോദിക്കാനത്. മോസ്റ്റ്ലി എനിക്ക് 18+ മതി. എന്നാൽ 20+ ആണെങ്കിലും കുറച്ചുകൂടെ നല്ലയാ. എന്നുവെച്ചാൽ പിന്നത്തേക്ക് എനിക്ക് ഇഷ്യൂസ് വരുന്നത്. എന്നാലും ഏതെങ്കിലും കുറച്ച് വലിയ ആളുകൾ ഇവിടെ തപ്പണം. നമുക്ക് കുറേയേറെ ഫാൻസ് വന്ന് ഫോട്ടോ എടുത്തു, പക്ഷേ നമുക്ക് വേറെ ഒരാളെ തപ്പണം. ഇവിടെ ഇത്ര കടയുണ്ട്. ഞാൻ പറയുന്നത് എളുപ്പത്തിൽ ചിലവാക്കും. നമുക്ക് എത്ര കടയാണെന്ന് നോക്കി. ഗ്രൗണ്ട് ഫ്ലോർ ഒന്നും കിട്ടില്ല, നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. കുറേ പേര് എന്നെ ഹായ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, ഹായ് ചെയ്യുന്ന ആരും എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. കണ്ടിട്ടല്ലേ നീங்க ചെറിയ വീഡിയോ ഇട്ട് പോകുന്നതാ. ഫോളോവർ എന്തിരിക്കുന്നത് ഇപ്പൊ വന്ന എല്ലാ ആൾക്കാരും യൂട്യൂബേഴ്സാണ്. ഞാൻ പറയാറ് പോലെ ഞാൻ യൂട്യൂബർ ആണെന്ന്. ഞാനൊരു ജോലി ചെയ്ത് ഇങ്ങനെ പോകുന്നു, സൈഡിൽ കൂടി വഴുതി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിന്റെ മൈക്ക് വെച്ചില്ലേ? നിനക്ക് സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലോ. നമുക്കൊരു കഷിനെ കിട്ടിയിട്ട് നമ്മളെ സംസാരിക്കാൻ ശരിയല്ല. അപ്പം ഒരു വീഡിയോക്കകത്ത് വരുമോ? ഒരു 1 മണിക്കൂർ കൂടി വന്നാ ശ്രമിക്കാം, കുഴപ്പമില്ല. ഫുഡ് ചാലഞ്ച് അല്ല, കുഴപ്പമില്ല. ഫുഡ് ചാലഞ്ച് അല്ല അല്ലെ? ഫുഡ് ചാലഞ്ച് ആണല്ലോ പ്രതീക്ഷിക്കരുത്. ഫുഡ് ചാലഞ്ച് കണക്കെ സിമ്പിളാ. വളരെ എളുപ്പത്തിൽ നിനക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ തീർക്കാം, അല്ലെ 1/2 മണിക്കൂർ തീർക്കാം, അല്ലെ പെട്ടെന്ന് തന്നെ തീർക്കാം. ഇഷ്ടം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 1 മണിക്കൂറത്തേക്ക് 20,000 രൂപ തരും. ഈ 20,000 രൂപ നീ 1 മണിക്കൂർ 10 ഐറ്റം മേടിച്ച് ചിലവാക്കി തീർക്കണം. മിനിമം 10 ഐറ്റം വേണം. 10 ഐറ്റം വലിയ പൈസ കിട്ടത്തില്ല. അല്ല, പൈസ അല്ല, സാധനം കിട്ടത്തില്ല. ഞാൻ എടുത്തോണ്ടോ. ശരി, ഇവിടെ മോളിനകത്താണ് നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട്. 1 ഐറ്റം മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം അതിൽ കൂടുതൽ വിലയുള്ളതായിരിക്കണം. അപ്പൊ ഇങ്ങനെ കൂടി പോകും. ഓക്കെ അല്ല? നോക്കാം. വർക്ക് ചെയ്യുവാണ്. എത്ര ഏജ്? 25. പിന്നെ 18 നല്ല കൂടുതല. അപ്പൊ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമോ? എന്ത് തോന്നുന്നു? ഉറപ്പില്ല, നോക്കാം. 20 റാൻഡം എടുത്തിട്ട് എന്നിട്ട് ഉറപ്പില്ലെന്ന് പറയുന്നത് അതല്ല പ്രശ്നം. ഇതിപ്പോ നമുക്ക് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം 20K എന്ന് പറഞ്ഞാൽ 20K മുകളിൽ പോകാൻ പാടില്ല, 20K താഴെ തരാൻ പാടില്ല. ഈ മോളിനകത്ത് നീ തുടങ്ങുന്ന കണക്കിരിക്കും. മിനിമം 500 രൂപ. ആദ്യത്തെ സാധനം ഏതായാലും 500 രൂപയുടെ പൊക്കത്തായിരിക്കും. അല്ലെങ്കിൽ നീ മിഠായി 500 രൂപ എടുക്കാം. ഇനി ടോഫി മിഠായും ലോലിപോപ്പും മേടിച്ച സമയം കളയരുത്. അതിന് വേണ്ടിയാ. ശരി കേട്ടല്ല, 500 രൂപ പൊക്കത്ത് നിനക്ക് എങ്ങനെ വേണം പ്ലാൻ ചെയ്യാം. റൂൾസ് കൂട്ടുമല്ല, ഇത്രയെങ്കിലും വേണം, അല്ലെങ്കിൽ കാണാൻ രസം കാണത്തില്ല. അപ്പൊ ഏറ്റവും എന്താ വേണ്ടത്? ലൂയിസ് ഫിലിപ്പി 500 രൂപ കിട്ടുമോ ഇവിടെയൊക്കെ? അത് എനിക്കറിയത്തില്ല. സമയം കേട്ടോ, 1 മണിക്കൂർ ഞാൻ ടൈം പറഞ്ഞില്ല. 3 മണി ആകുന്നുണ്ട്. 4 മണിക്കുള്ളിൽ തീർക്കണം. ശരി, ശ്രമിക്കാം. ഉന്മേഷത്തിൽ നമ്മൾ തീർത്തിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല, ഇപ്രാവശ്യം നടക്കണം. എന്താ എങ്ങോട്ടാ പോകണം? നീ ഡിസൈഡ് ചെയ്യും. ഞാൻ ഉന്മേഷത്തിലാ. വാ, നീ ഡിസൈഡ് ചെയ്യും. നോക്കട്ടെ പറയാം. സമയം നോക്കണ്ടിരിക്കുക. H&Mലൊക്കെ 500 രൂപയുടെ സാധനം കിട്ടുക അറിയില്ല. നോക്കാം. നീ പറഞ്ഞ സമയം വേണ്ട. H&Mൽ എന്തെങ്കിലും മേടിക്കും. നീ തപ്പിക്കും. നീ തപ്പേണ്ടത്. ടൈം ടിക്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് ചെയ്യേണ്ടി വരും. ഒരു ഉന്മേഷം ഇല്ലാതെ ടെൻഷൻ ആവും. അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങേണ്ടി വന്നു. നീ ടെൻഷൻ അടിക്കാം, നമുക്ക് സെറ്റ് ആക്കാം. 500 രൂപ. തുടക്കം വെക്ക്. നീ റീബോക്കാണോ പോണ്ട? നീ നടക്ക്, ചാടി നടാ. ഇവിടെ സോക്സ് തന്നെ മേടിക്കാം. 10 ഐറ്റം കേട്ടാ. സമയം പൊക്കോണ്ടിരിക്കുന്നു. ശരി, 500 എന്തുണ്ട്? ഫസ്റ്റ് റേറ്റ് അത് ചോദിക്കാലോ. ഒന്നുമില്ല, മിനിമം മതി. 500 ആണോ റേറ്റ്? സോക്സ് ആണോ? അതെ, സോക്സ്. 599 ഉണ്ട്. നമുക്ക് അത് എടുക്കാം. പോവാം. നെക്സ്റ്റ് കടയിലോട്ട് പോകും. 599 കണക്ക് വെക്കുന്നുണ്ടല്ലോ. ഫോൺ എടുക്കണോണ്ട് കുഴപ്പമുണ്ടോ? കണക്കാ? അതെ, കണക്ക് മനസ്സിൽ വെച്ചു. ഫോണെന്ന് നോക്കാറുണ്ട്. സോക്സ് മേടിച്ച് പെട്ടെന്ന് ഇറങ്ങി. അടുത്തായിട്ട് ഇതിൽ കൂടുതൽ ആദ്യത്തെ പർച്ചേസ് ആയിട്ടുണ്ട്. ഇത് 599 നിനക്ക് വേണ്ടി ഞാൻ 20,000 വെച്ചിട്ടുണ്ട് കയ്യിൽ. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തര് കിട്ടിയില്ല. അവന്റെ യൂക്കാരെന്നറിയാം. കിട്ടാത്തതിന് സ്കാൻ ചെയ്യട്ടെ. നിങ്ങടുത്താ ലാസ്റ്റ് ടൈം ബില്ലിംഗ് സമയം എടുത്തത്. പക്ഷെ അവൻ ഇങ്ങനെ മോളിലല്ലായിരുന്നു കേട്ടോ. അവനിങ്ങനെ ഓടിയോടെ നടക്കുമായിരുന്നു. ചെയ്യില്ല കേട്ടാ. ഞാൻ കാർഡായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. ഞാൻ ചെറുതായിട്ട് കാർഡ് മറന്നു പോയതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാർഡ് ചെയ്യായിരുന്നു. ഭാഗ്യമില്ല, എന്ത് പറയാൻ. അങ്ങനെ പറയണ്ട, ഞാൻ മറന്നു പോയതുകൊണ്ടാ. നമുക്ക് സെറ്റ് ആക്കണം. ടൈമർ മറ്റേ ലാസ്റ്റ് പയ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കിടന്ന് അങ്ങോട്ട് ഓടുമായിരുന്നു. റോഡ് ക്രോസ് ചെയ്യുന്ന സമയം പോയി. നിനക്ക് അങ്ങോട്ട് ഇടും പോയാൽ പോലെ കടയിൽ 500 രൂപ ചേഞ്ചിന് പോയിരിക്കുക പൈസ. ഇതിന്റെ സമയം 500 രൂപ ചേഞ്ച് ആയിട്ട് പോകുന്നു തോന്നുന്നു. ചേഞ്ച് ഇല്ലേ?
ചേഞ്ച് ഇല്ലേ? ചേഞ്ച് കിട്ടിയില്ലെന്ന്. നിനക്ക് വേണ്ടി ഞാൻ ഗൂഗിൾ പേ ചെയ്യേണ്ടി വരും. സ്കാനർ കാണിച്ച് ഇത്ര സമയം നിന്റെ വെറുതെ പോയല്ലേ. അതെ ചേട്ടാ ആ UPI തന്നെ സോക്സ് അല്ലേ, സോക്സ് നമുക്ക് പെട്ടെന്ന് മേടിച്ചിറങ്ങാൻ പറ്റണം. അതെ, ഒരു സോക്സ് അന്നെങ്കിൽ ബില്ലാതാ 10 മിനിറ്റ് ആയി. എന്റെ പേയ്മെന്റ് UPI വെച്ച് ചെയ്യുകയാണ്. എന്റെ UPI ലിമിറ്റ് ആയി. ഇവന് ശകനമാ കണ്ടക്ഷനിയാ പയ്യന്. ഫസ്റ്റ് ആയിട്ട് അവന് സ്വന്തം പൈസ കൊണ്ട് പേ ചെയ്യേണ്ടി വരുന്നു. ക്രെഡിറ്റ് കാർഡ് എടുക്കൂല, ക്യാമറ അവൻ പേ ചെയ്യേണ്ടി വരുന്നു. എന്താ നെറ്റ് വർക്ക് നടക്കില്ല. എന്താണിത്? എന്ത് ശകുനം പിടിച്ച ദിവസമാണിത്? എന്താണിത്? ഒരു 500 ചേഞ്ച് ഉണ്ടാ? ക്യാഷ് ഒന്നും ആയിട്ടില്ലേ? നിനക്ക് നല്ല സുഖമായിട്ടാ. ഇവന്റെ സമയം ശുക്രനാ. വിളിക്കുന്നു തരാം. ഉണ്ടാ 500 ഒരാളെ ചേഞ്ച് ചെയ്യുന്നു. താങ്ക്സ്. ഇവനെ പിന്നെ ഓർത്ത് വെച്ചു കേട്ടോ. ഫസ്റ്റ് പർച്ചേസ് ആയിട്ടുണ്ട്. ബോയ്സ് ഇവന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് ഇവിടെ തന്നെ നിന്ന് നിനക്ക് ഞാൻ 15 മിനിറ്റ് എക്സ്ട്രാ തരികയാണ്. ശരി. അതിപ്പം വളരെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്നാ അറിയില്ല നിനക്ക്. മനസ്സിലായി. അടുത്ത 599 ആയിക്കുള്ളിൽ അടുത്ത ടോപ്പിക്ക് എന്താണെന്ന് വെച്ചോ. ഒരേ ഐറ്റം ഒരു പ്രാവശ്യം കേട്ടാ. ഷർട്ടിൽ കയറാം. കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നില്ല പ്രൈസിന്. റേറ്റ് 3000 കറക്റ്റ് ആയിരിക്കും. ഓർത്ത് നോക്ക്, ബഡ്ജറ്റ് അനുസരിച്ച് നോക്കാം. അല്ലെങ്കിൽ കുറച്ചായിട്ട് പിന്നെ ആളും വരാം. കൺഫ്യൂഷൻ ആവും. 3000 മേടിച്ച് കഴിഞ്ഞാൽ 10,000 ബെൽറ്റ് റേറ്റ് 2000. കണക്ക് കറക്റ്റ് ആയിരിക്കും. വോൾട്ട് എത്ര ചേട്ടാ? നീ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും 2000 എന്തിനാ മേടിക്കാൻ പോയി നീ? ഞാൻ അവനെ ഹെൽപ്പ് ചെയ്ത കേട്ടോ, നീ ഹെൽപ്പ് ചെയ്തില്ല. 2000 മേടിച്ച തികയത്തില്ലടാ. ബ്രീത്ത്. അടുത്ത ഐറ്റം ഇപ്പൊ എത്ര മേടിക്കണം? ചെരുപ്പ് നോക്കാം. ക്രോക്സിൽ 1000 കുറവ് കിട്ടുവാ? അറിയില്ല. ടെൻഷൻ എടുപ്പിക്കുന്നത്. നീ എന്തെങ്കിലും മേടിക്കിപ്പം. നമുക്ക് പൊക്കത്തോട്ട് പോകുന്ന അനുസരിച്ച് പൈസ വേണ്ടേ? ക്രോക്സ് കേറ്. ക്രോക്സിൽ പക്ഷേ 2000 അടി സാധനം കാണത്തില്ല. എന്താ മേടിക്കാൻ പോന്നാ? ലോസ്റ്റ് പ്രൈസ് ഫസ്റ്റ് ഐറ്റം എന്തുള്ളേ? 4500 ആണ് സ്റ്റാർട്ടിങ്. ഇവിടെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എത്രയാ? 500 പെർ പീസാ? ഇതിൽ കൂടുതലുണ്ടോ? 500, 600, 700 ഏതാ ഓഫർ കഴിഞ്ഞിട്ട്? ഇഷ്ടം അത് മേടിക്കുവാണോ? വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കാൻ ടൈമില്ല. ഇതെടുത്തോ. വേണ്ട ടൈമില്ല. നടന്നു. ഇത് കാണാൻ കൊള്ളാം. ഈ പോക്കിമോണായിട്ട് സ്വിച്ച് ചെയ്ത് കേട്ടോ. കണ്ണി കാണുന്ന സാധനമൊക്കെ മേടിക്കാൻ പറ്റും. എത്ര ഇത്? 1500. അത് 1500 മേടിക്കണം. 1500 മേടിക്കണം. മേടിക്കും, കുഴപ്പമില്ല. നോക്കാം. തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 700-800 വല്ലതും ഉണ്ടാണ്. 800 1000 അടിയിൽ 500 പൊക്കത്ത്. നേരത്തെ എടുത്ത സാധനം ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്യണം. ഇവൻ ആദ്യം എടുത്തതിന് വില കുറവായിരുന്നു പൈസ. അതാണ് എടുക്കേണ്ടത്. അത് മൊബൈൽ വേണ്ട, അടിച്ചു. 1200 ഡണ്ണും. നീ ചിന്തിച്ച് മനസ്സിലാക്കുക എത്ര ഇപ്പൊ ആയെന്നറിയാമോ? 1800. 1 രൂപ കുറവ്. ഓക്കെ. 1 രൂപ. അടുത്തെന്തോ പറ. ഇനി ഒരു ഹെൽപ്പ് ഇല്ല കേട്ടോ. എന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹെൽപ്പ് കിട്ടാൻ പോകുന്നില്ല. ഇനി സമയം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടില്ല, 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 15 മിനിറ്റ് നിന്റെ അവിടെ പോയില്ല, അത് എക്സ്ട്രാ. 3:25 കേട്ടാ. ഒരു 4:15 വരെ സമയമുണ്ട്. ഷൂസ് നോക്കാം. ലേഡീസ് ഷൂ അല്ലേ? അല്ല, ഏറ്റവും ലോസ്റ്റ് പ്രൈസ് ഏതാ? ഒരു ഇപ്പൊ നമ്മൾ എടുത്തത് 1200 അല്ലേ? ഒരു 1500 അല്ലെങ്കിൽ ആ ഒരു അവിടെ നിന്ന് 2000 വരെയുള്ള റേഞ്ചിൽ. ഇത് 3000 ചെരുപ്പാണ്. സ്കെച്ചസിന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അതായിരിക്കും നല്ലത്. ഇവന് ഭാഗ്യം വളരെ ശോകമാണെന്ന് തോന്നുന്നു. 1200 പൊക്കത്തെ മേടിക്കേണ്ടത്. അതെ. എത്ര അടുപ്പിച്ച് മേടിക്കുന്ന അത്ര നല്ലത്. ഒരു വീഡിയോ എടുക്കുക കേട്ടോ. താഴത്തോട്ട് പോകാനാ? ദുബായിലൊക്കെ തിരക്കാണെങ്കിൽ സൈഡിൽ നടന്നു പോവാം. ഇവിടെ എപ്പോഴാവും തരത്തിൽ എക്സ്ക്ലൂസീവ് സൈഡിൽ നടന്നു പോകുന്നു. ഇവിടെ കടകൾ മാത്രമേ ഉള്ളൂ. ബോഡി ഷോയിൽ പോണോ? ബോഡി വർക്സ് ചെയ്യല്ലോ. ഫ്രേഗ്രൻസ് മേടിക്കാൻ പോകുക. 200 തൊട്ട് മുകളിലോട്ട് ഒരു 2000 ഉള്ളിൽ അല്ലെങ്കിൽ 1800 ഉള്ളിൽ നിൽക്കേണ്ട രീതിയിൽ എന്താ സാധനം? എനിത്തിങ് ഈസ് ഓക്കെ. 1200 to 2000 അതിന്റെ താഴത്ത്. വേറൊരു കിട്ടുക. ഇത് മേടിക്കുമ്പോ 2 കിട്ടും കേട്ടോ. രണ്ടിന് താഴത്താ. വേറെ ഐറ്റം നോക്കുന്നില്ല നല്ലത്. ആ റേഞ്ചിലേ ഉള്ളൂ. 1500 ഉണ്ടോ? 1500 ഉണ്ടോ? ഞാനത് ചോദിച്ചു. കാണിച്ചത് സൈസസ് ഓക്കെ. ഞാനത് ചോദിച്ചു. 1200 തൊട്ട് മുകളിലോട്ടുള്ള പ്രൈസ് 1200. അതെടുക്കാം. നോക്കാം, നമുക്ക് എത്തിക്കാൻ പറ്റും. നോക്കാം, അറിയില്ല, ശ്രമിക്കാം. ചേട്ടാ ഒന്ന് പെട്ടെന്ന് ബില്ലേക്കും. തീരുമാനം എത്തൂല. അത് മോളിൽ പോകും. ഉറപ്പായിട്ടും മോളിൽ പോകും. മോളി ഇപ്പോഴും പോകത്തില്ല. നീ പിടിച്ചാ നോക്കാം. ഇവിടെ എത്ര കൊടുക്കണ്ട? 1900. 2 100 രൂപ തിരിച്ചു. ഇതിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് എനിക്ക് മനസ്സിലായി. അതാണ് പറഞ്ഞാൽ പിന്നെ പിടിച്ച് നിർത്തിയത്. 100 ചേഞ്ച് ആണ് ടെൻഷൻ അടിക്കുന്നത്. 2 ബോട്ടിൽ സ്പ്രേ അടിച്ച്
നല്ലൊരു തീരുമാനമാണ്. താങ്ക് യു. 1900 ഫുഡ് സ്പ്രേ. ഓക്കെ, ഇനി നീ ഡിസൈഡ് ചെയ്യുക. അതേ കടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇനി 1900 പൊക്കത്തെ പോകരുതുള്ളൂ. നീ ടെൻഷൻ അടിച്ച് എന്നെ ടെൻഷൻ എടുപ്പിക്കുകയാണല്ലോ. അതെ, ആദ്യം തൊട്ട് ടെൻഷനാ. കമോൺ നീ കണ്ടു പോയി. ഇന്ന ഷർട്ട് എടുക്കണം. ഷർട്ട് ടീഷർട്ട് എന്തെങ്കിലും നോക്കാം. ഇപ്പൊ എത്ര മേടിക്കാൻ വന്നു ഇവിടെ? 2000 ആണ് പറഞ്ഞത്. ഇത് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കുവാണോ ഇപ്പൊ? അതെ, ഈ ഷർട്ട് എത്ര ഇത്? എടുത്തു പാക്ക് ചെയ്തു. സൈസ് ഒന്നും നോക്കണ്ട ബ്രോ, പാക്ക് ചെയ്തോ. അതൊക്കെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. പെട്ടെന്നാണ് ബ്രോ ഒറ്റയടിക്ക് ഡിസ്കൗണ്ട് അടിച്ച് എല്ലാം അടിച്ച് പെട്ടെന്ന് തരുന്നു. എത്ര? 2000 ഇത്. ബാക്കി എത്ര നിനക്ക് കണക്ക് വേണം കേട്ടാ. നോക്കാം. ഞാൻ പൈസ കൊടുത്തോണ്ടിരിക്കുക. നിനക്ക് കണക്കുണ്ടെങ്കിൽ നല്ല ഉപകാരമല്ലോ. നോക്കി കാലയെ വരുന്നത് കേട്ടാ. അത് നിനക്ക് പറ്റിയ സൈസ് ആണോ? അനിയൻ കൊടുക്കാം. അനിയനുണ്ടാ? പിന്നെ താങ്ക് യു. കുറച്ച് നേരത്തെ ഒരു കിണ്ടി നടക്കാത്തതാണ് ഇപ്പൊ ഒറ്റയടിക്ക് നിമേഷത്തിൽ ഓരോ നേരത്തെ ഒറ്റയടിക്ക് മേടിച്ച് തീർക്കുക. കടയിൽ കയറുന്നു. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പേ കടക്കാരനൊക്കെ പറഞ്ഞു, നീ തുണി മേടിക്കാൻ എടുത്തില്ല കേട്ടോ. തുണിയുടെ കടയിൽ കയറി കാര്യമില്ല. ഏറെല്ലാം പറ. ചെരുപ്പ് എടുത്താ? ഇല്ല, എടുത്തില്ല. ചെരുപ്പ് പക്ഷേ റേറ്റ് കൂടുതലല്ലേ പറഞ്ഞേ. ഒരു സ്റ്റെപ്പ് കൂടെ എന്റെ ചെരുപ്പിലോട്ട് നോക്കാം. എന്റെ ഇനിയും പൈസ ഉണ്ട്, വേണമെങ്കിൽ പറ. ബാഗ് മേടിക്കാനാ. വാളറ്റ് 3000 റേഞ്ചിലുണ്ട്. താഴത്തോട്ട് അത്ര വേണ്ട. ഒരു 2000 to 2500 ഇടയിൽ. ഇത് 5000 വാളറ്റ് ആണ്. അതെ അതെ. എന്തോ തൊപ്പിയെങ്കിലും കിട്ടുവാ 2500 അറിയില്ല, നോക്കാം. 2999 ആണ് ഏറ്റവും താഴെ. ഇല്ല, പെർഫ്യൂംസ് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. സൈസ് ഒന്നും പ്രശ്നമില്ല, ജസ്റ്റ് ഒരു സാധനം കിട്ടിയാൽ മതി. പോവാണോ? വേറെ ഇല്ലേ 2500? ഇല്ല, ടീഷർട്ട് ഡ്രസ് അല്ലാണ്ട് ഈ വേറെ ഐറ്റംസ് 299 ആണ് പറഞ്ഞത്. 200 ഇല്ല. എന്റെ സമയം നല്ല സമയമാണ്. ശുക്രൻ. ഇത് ഓടി ചെയ്യേണ്ടതാണ്. നീ ഓടി ചെയ്തോണ്ടിരിക്കേ. പൈസ കുറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് കണക്ക് വിട്ട് കേട്ടാ ഇപ്പൊ എത്ര ഉണ്ടെന്ന് ബാക്കി. നോക്കാം. ഫുള്ളും ടെൻഷൻ അടിക്കുവാണല്ല. ഒരു ചെറിയ എന്തെങ്കിലും സാധനം മേടിക്കാം. ഇവിടെ കയറി നോക്കാം. ക്യാപ്പ്, ബാഗ് തുടങ്ങിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. ക്യാപ്പ്, ബാഗ്, ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ 2500 3000 ആണോ ലാസ്റ്റ്? 2500 ഒന്നുമില്ല. 2500 ഒന്നുമില്ല. എനിത്തിങ്. ഇതിന്റെ കൊള്ളത്തിലെന്ന് തോന്നുന്നു സമയം. സ്റ്റാർബക്സിൽ വല്ല 2500 ഡ്രിങ്ക് ഉണ്ടാ? ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചിട്ടുള്ളതല്ല. നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് സമയം. ഇപ്പോഴും 35 മിനിറ്റ് ബാക്കിയുണ്ട്. പക്ഷേ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, നീ ഗിവ് അപ്പ് ചെയ്യുവാണോ പകുതി കഴിച്ച്? എന്തെങ്കിലും മേടിച്ച് തീർക്കാം. ഇതെല്ലാം ഫുൾ കൊലോണാണല്ലോ. ക്യാപ്പ്, ബാഗ് തുടങ്ങിയ സാധനം അപ്പുറത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ. നിനക്ക് വേണ്ടി റൂട്ട് 2500 റേഞ്ചിൽ എനി ഐറ്റം ഈസ് ഓക്കെ. ക്യാപ്പ്, ബാഗ്, ഗ്ലാസ് അങ്ങനത്തെ എനി ഐറ്റംസ് 2500 ഉണ്ടോ? 2500 റേഞ്ച്. ബാഗ് മേടിക്കണോ നീ? അതിനിപ്പോ എന്താ, ബാഗ് വേണം. കസിൻസ് ഉണ്ടല്ലോ കൊടുക്കുക. നിനക്ക് അനിയത്തിമാരും ഉണ്ടാ? ശരി, ഫാമിലി ഈസ് വെരി ബിഗ് യാർ. ഫാമിലി നല്ല വലിയ ഫാമിലി ആണെന്ന് തോന്നുന്നു. ബ്രോ ബില്ലിയ അത് മതിയാ? കറക്റ്റ് ആണോ? നീ 2400 പോണോ? കുറച്ചൊരു താതി പിടിക്കാൻ വേണമെങ്കിൽ. ഇല്ല, കുഴപ്പമില്ല, നോക്കാം. എത്ര ഐറ്റം ഇനിയുണ്ട്? 5 കൂടെ ഉള്ളൂ. വില്ലടി 1743 ഓഫർ ഉണ്ടല്ലേ? 1700 ആവുന്നുണ്ട്. വേറെ വില കൂടി മേടിച്ചു. അവന് വേറെ നോക്കിട്ട് വരാൻ. എല്ലാത്തിനും ഓഫർ ആണോ? ചില ബാഗിന് ഒന്ന് 2400 ബില്ല് കിട്ടണം. 2400 ആ പ്രൈസിൽ ബില്ല് കിട്ടണം. 2500 റേഞ്ചില്. ഓക്കെ, അതെടുത്തോ. ബില്ല് ഈ പോയിന്റ് ഞാൻ മഹാ ഡൗട്ട്ഫുൾ. എനിക്ക് കണക്കെല്ലാം തെറ്റി. എനിക്ക് ഓർമ്മ പോലും ഇല്ല. ബില്ലുണ്ടോ കയ്യില്? ബില്ല് എന്തിന്റെ ബില്ല്? ചുമ്മാ കണക്കൂട്ടി നോക്കാം. കണക്കൂട്ടി നീ മനസ്സിൽ നോക്ക്. ബില്ലല്ലേ, ബില്ല് കുഴപ്പമുണ്ടോ? അടുത്ത പ്രാവശ്യം 1 ലക്ഷം ലൈക്ക് ഈ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ 50,000 കൊടുക്കും അടുത്ത പ്രാവശ്യം. നീ ലൈക്ക് മേടിക്കുന്നത് നീ കേട്ടാ 2499. നല്ലതാ. ബാക്കി കാണുവാ. നോക്കാം. കറക്റ്റ് ആണോ നോക്കിയേ. വേറെ വല്ല നോക്കുന്നത് നോക്കി ഇവിടുന്ന്. ഇത് കുറച്ചുകൂടി വില കുറഞ്ഞ കടയായതുകൊണ്ട് ഇവിടെ വെച്ച് പറ്റുമായിരിക്കും. നീ ഇന്ന് മേടിക്കാൻ പോകുന്ന ഷൂസ് എടുക്കാൻ അറിയില്ല. ബാക്കി പൈസ കാണണം. ഞാൻ നിന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ചെയ്ത് തീർക്കുന്നത് എല്ലാം 5 ഐറ്റം കൂടി ഉണ്ട്. 5 ഐറ്റത്തിനുള്ള പൈസ ഉണ്ടാ? നോക്കാം. നീ ഇങ്ങനെ 500 ചാടിക്കും ചിലപ്പോൾ തികയത്തില്ല. എവിടെ എന്തോ മേടിക്കുന്നത്? ഷർട്ടും മേടിച്ചല്ലേ നമ്മൾ ഓൾറെഡി? ഷർട്ട് മേടിച്ചു. ഷൂസ് അവിടെ ഉണ്ട്. സമയമില്ല കേട്ടോ. ടൈം 47, അരമണിക്കൂറുണ്ട്. ഏത് ഷൂവാ നോക്കാം. റേറ്റ് റേഞ്ച് നോക്കിയിട്ട് ഏത് പ്രൈസ് വെച്ച് മേടിക്കാൻ പോവാ? 2500 മുകളിലോട്ട്. ഇപ്പൊ 2490 ആയില്ലേ? അയ്യോ, എനിക്ക് ഓടിച്ചൊരു തീരുമാനമാക്കി ഇവനെന്റെ. ഫുഡ് വെയർസ് എന്തെങ്കിലും 2500 തൊട്ട് 700 വരെ റേഞ്ചില്. രണ്ട് മോഡൽസ് ആണ് പറഞ്ഞത്. ആഫ്റ്റർ ഡിസ്കൗണ്ട് തന്നെ ഒരു 2400 500 മേളോട്ട് വരണം. ആഫ്റ്റർ ഡിസ്കൗണ്ട് 500 വരണം മിനിമം. 500 ആൻഡ് അബവ് 500 600 ആ റേഞ്ചിൽ വരണം. ലാസ്റ്റ് 2499 അതിന്റെ പക്കത്ത് കാണാം. നിന്റെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കാം. അരമണിക്കൂറല്ലേ? 4 ഐറ്റം കൂടെ പോരെ? അരമണിക്കൂറേ ഉള്ളൂ. 3:50 4:15 വരെ. 3:50 കേട്ടോ. എന്താ 2624 124 രൂപ. ദാറ്റ് ഈസ് ഓക്കെ. 2624 ബില്ല് ചെയ്യാം നമുക്ക്. ഫോം എങ്ങനെയാണെന്ന് നോക്കും. ബില്ല് ചെയ്യാൻ സ്കെച്ചേഴ്സ് മേടിച്ചു പോയതാണ്. ഡിസ്കൗണ്ട് ആയിട്ട് 2600 എത്രയാണ് വരുന്നത്. നീ വേറെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബെൽറ്റൊക്കെ നീ 3000 ബെൽറ്റ് ഇടാനാണ്. ഓടുവാണല്ലോ ഇവിടെ. ബില്ല് ചെയ്തോ? ഇതും കൂടി ബില്ല് ചെയ്യും. അതിപ്പം 2624 അല്ലേ റേറ്റ്? അതിന്റെ മുകളിലോട്ടുള്ള റേറ്റ് ആണ് 2700 റുപ്പീസ് ആ റേഞ്ചിൽ. നീ മേടിച്ചെല്ലാം എടുത്തോണ്ട് കാണിച്ചിട്ടിരിക്കണം. പുള്ളിക്ക് അടുത്ത ഐറ്റം ചെരുപ്പറ്റില്ല. ഫുട്വെയർ പറ്റില്ലല്ലോ. നീ ഫുട്വെയർ പറ്റത്തില്ല. നീ ഞാൻ അവന് വേണ്ടി പാരലിൽ ബില്ല് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. ഇതാ എന്റെ ബില്ല് കേട്ടാ. അവനോട് പോയി. അവൻ പൊക്കത്തോട്ട് പോയാ? അവന്റെ അവിടെ അവനവിടെ വാച്ച് മേടിക്കുവാണോ?
അവൻ വാച്ച് മേടിക്കാൻ കയറി. അപ്പൊ 2100 വേറെ എന്തുണ്ടാവും പ്രോഡക്ട്സ്? ഗ്ലാസോ വാച്ചോ? ആ ഉണ്ടാവോ 2700 റേഞ്ചിൽ? 2700 റേഞ്ച് ഉണ്ടാവില്ല, 3000 സ്റ്റാർട്ടിങ്. അവിടെ അവൻ 2624 മേടിച്ചിരിക്കുന്നത്. 3000 മേടിക്കേണ്ടത് അവൻ്റെ ഇഷ്ടം. ഡിസ്കൗണ്ട് ഒക്കെ അടിച്ച് 3000 കുറയുക, ഡിസ്കൗണ്ടിൽ അവൈലബിൾ അല്ല. ഇപ്പൊ എത്ര രൂപ ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല എൻ്റെ കയ്യിൽ. നിനക്ക് കണക്കൊന്നും ഓർമ്മ വേണ്ട? കുഴപ്പമില്ല, നോക്കാം. ഒന്നും തികയൊന്നും തോന്നണം, എനിക്കറിയില്ല. എന്റെ കയ്യിൽ എല്ലാം പോയി. 6 ഐറ്റം ആയി. ആ ഷൂ കൂടെ കൂട്ടി 6 ആയി. ഷൂ കൂടി 6 ആയുള്ളൂ. 4 കൂടെ ഉള്ളൂ. 10 ഐറ്റം അല്ലേ പറഞ്ഞത് ബ്രോ? ആ ഗ്ലാസ് എടുക്കാം നമുക്ക് 3K. 3K പൊക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് മേടിക്കാൻ പറ്റുവാടാ. വേറെ ഏത് ഐറ്റം ഉള്ളത് ഇവിടെ? വേറെ വാച്ച് ഉണ്ടോ? വാച്ച് ഇല്ല 4000 റേഞ്ചിലാണ് ഉള്ളത് ബ്രോ. ഒരു 2700 തൊട്ട് സ്റ്റാർട്ടിങ് വന്നെ എന്താ സാധനം? എന്താ ഐറ്റം? ഫൗണ്ടേഷൻ, ലിപ് ഷെയ്ഡ്, അങ്ങനെ കാറ്റഗറി ആയിട്ട്. ലിപ് ഷെയ്ഡോ? വരുമ്പോ ഒരു 699 തൊട്ട് സ്റ്റാർട്ടിങ്. ഇല്ല, എനിക്ക് ആ പ്രൈസ് വേണം. 2700 പ്രൈസ് വേണം മിനിമം സ്റ്റാർട്ടിങ്. അറൗണ്ട് ആ ഒരു പ്രൈസ്. 2700 സ്റ്റാർട്ടിങ് വേണം, അത് മിനിമം. സൺസ്ക്രീൻ 3000 പൊക്കത്തല്ലേ? 2700 റേഞ്ച്. ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ്. എന്തോ ഈ പ്രൊഡക്റ്റ് സൺസ്ക്രീൻ ആണല്ലേ? എത്ര ബാക്കിയുണ്ടെന്ന് ഐഡിയ ഇല്ല. എത്ര രൂപ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു? ഒന്ന് ഗസ് ചെയ്ത്. അറിയില്ല. അല്ല, ഒരു ഗസ്. അറിയില്ല, ഒന്നും അറിയില്ല. എത്ര ലിപ്സ്റ്റിക്? 2100 വന്നു. ഇല്ല 700 മിനിമം വേണം. മോയ്സ്ചറൈസർ ഇത് പറ്റത്തില്ല. പുറത്തോ എടുത്തില്ല. എന്നെ രണ്ടാമത് ഓടിക്കുവാ. ഇവനൊരു കിണ്ടിയ ഓർമ്മയില്ല എത്ര കണ്ടെന്ന്. 4 ഐറ്റം മേടിക്കണം. അതിന് അവൻ മേടിക്കുന്നില്ല ഡൗട്ടായിപ്പോ. നീ ഇപ്പൊ എന്തായാലും വലിയ റേഞ്ച് എത്തിയിരിക്കുന്നതുകൊണ്ട് മിക്ക കടയിലും കയറാൻ നിനക്ക്. ഒരു കാൽവിൻ ക്ലൈൻസിൽ പോയിട്ട് ഷഡ്ഡി മേടിക്കാം 3000 രൂപയ്ക്ക്. അവിടെ 3000 അടിയിലുള്ള 2900 എന്തായാലും വേണ്ട നിനക്ക്. 3000 അടിയിലും വേണ്ട. അതെ 2700 തൊട്ട് 3000 എന്ന റേഞ്ചിൽ എന്താണ് ഐറ്റം ഉള്ളത്? ഗ്ലാസ്, വോളറ്റ്, അണ്ടർവെയർ എന്താണേലും ഞാൻ പറഞ്ഞ അണ്ടർവെയർ ഉള്ളതെന്ന്. അതെ മേടിക്ക്. എന്താണ്? കമോൺ. 3299. 3299 അല്ല 3475. ഇത് നടക്കത്തില്ല. 3475 അവന് സൈസ് ചെറുതായാലും കുഴപ്പമില്ല. അത് പറ്റില്ല. 2700 പ്രൈസ്. അതാ പറഞ്ഞ പ്രൈസ്. ആ പ്രൈസ് തന്നെ വേണം. ഇത് 1685. 700 സോക്സ് കഴിഞ്ഞു. വേറെ ഒന്നുമില്ല ഐറ്റം. ഒരു 700 800 900 ഒന്നുമില്ല. 2000 ഓഫ് കിട്ടണം. 15000 മേടിച്ചു. 15000 ഇപ്പൊ ബാക്കിയാണെന്ന് തോന്നുന്നില്ല. That is okay. That is okay for you. I don't know. I'm not going to help you now. നോക്കാം, അതെടുത്തു പാക്ക് ചെയ്തു. സൈസ് ഒക്കെ നോക്കണം. അതിനുള്ള സമയം ഉണ്ടോ നിനക്കിപ്പോ? നോക്കാം, കുഴപ്പമില്ല. എക്സൽ ഉണ്ടാവോ? ഇവിടെ വോളറ്റ് ഉണ്ടല്ലോ. വോളറ്റ് എത്ര? 3. കറക്റ്റ് 3. അപ്പൊ ഈ വോളറ്റ് 45. ഇത് ആണ്ട് കാർഡ് ഹോൾഡർ ആയിട്ടുണ്ട്. ഫെമിനിൻ ടച്ച് ഉണ്ടെന്നാലും കുഴപ്പമില്ല. നിനക്ക് വേണേ എടുക്കണോ? എനിക്കറിയത്തില്ല. അതെത്രയാ? 2 3 നിന്റെ ഇഷ്ടം. 2 എടുത്തു. ഇവിടെ വേണം ഒരു അണ്ടർവെയറും വോളറ്റുമായിട്ട് 6000 രൂപ പോവുകയാണ്. എന്നാ ഇപ്പൊ എത്ര ആയിട്ട് ബാക്കിയുണ്ടോ? ബില്ലടിക്കുമല്ലേ? അടിച്ചു. 5838 6000 രൂപയുടെ അല്ലേ? എത്ര അവസാനത്തെ പ്രൊഡക്റ്റ്? 3000 മേടിച്ചു ലാസ്റ്റ്. പിന്നെ എത്ര അടുത്ത എത്ര മേടിക്കുന്നത്? 3000 മുകളിലുള്ളത് വേണം. 3000 രൂപയ്ക്ക് 2 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ 6000 രൂപ. 6000 ബാക്കി ഉണ്ടാവൂല. എന്താ എനിക്കറിയില്ല. ആറില്ലെങ്കിൽ നമുക്ക് നിർത്താലോ. പെട്ടില്ല ഞാൻ. എന്റെ ചിലപ്പോൾ 6000 ഇപ്പോഴും കാണും. നിനക്ക് 6000 ബാക്കി മേടിച്ചാൽ മതി. 6500 ഇവിടുത്തെ പർച്ചേസ് ആയി. അബിലൂടെ വന്നേക്ക്. ടെൻഷൻ അടിച്ച് എത്ര സമയം എത്ര ബാക്കിയുണ്ട്? 15 മിനിറ്റ് കൂടെ ഉണ്ട്. 2 ഐറ്റം കൂടെ. വാ നോക്കാം. 6 രൂപ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പം. എന്ത് മേടിച്ചില്ല? സാധനം ഒന്നും മേടിച്ചില്ലേ? ഇല്ല. സൺഗ്ലാസ് മേടിക്കാനാണോ? 3000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉള്ളൂ. നേരത്തെ പറയണായിരുന്നു. നീ എന്താ വാച്ചോ സൺഗ്ലാസോ പോലുള്ള സാധനങ്ങൾ നോക്കാന്നാണ് എന്റെ മൈൻഡില്. അപ്പൊ 3 രൂപ. 3 രൂപ. അതാണ് എന്റെ ഇവിടെ ഇപ്പൊ ഒരു സൺഗ്ലാസിന് ആ റേഞ്ചല്ലേ പറഞ്ഞിരുന്നത്. സെയിം കടയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു നിർബന്ധമില്ല. 3000 റേഞ്ച്. എത്ര റേഞ്ച് റേറ്റ്? ഇതെത്ര? 1800. നമ്മൾ ആദ്യം വന്നപ്പോ 3 രൂപ എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിരുന്നു. ഇല്ലേ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തേനെ. അല്ല, ഒരു ഐറ്റം 3000 റേറ്റിൽ എന്നാ ഉള്ളത്. 3001 റുപ്പീസ്. 3000 ആ റേറ്റിലുള്ള ഒരു ഗ്ലാസ് കാണിക്കും. ഇനി എനിവൺ ഈസ് ഓക്കെ. റേറ്റ് എത്രയാ ബ്രോ? 3200. അതിൽ താഴെയില്ല. ഇത് 3770. തന്നെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. 4:12 ഏതാ ഇത് മേടിക്കുവാണോ നീ? അറിയില്ല. 3200 പറഞ്ഞത്. എത്ര കയ്യിലുണ്ടെന്ന് പോലും എനിക്ക് ഐഡിയ ഇല്ല. ഇപ്പൊ എന്റെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. നോക്കാം, അറിയില്ല. വാ, ടൈമും ഇല്ല. ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടി ഇല്ലേ? ടാഗ് അല്ല, പുറത്തോട്ട് പോകല്ല. ബില്ലടിക്കാൻ എവിടെയാ പോണ്ടേ? ഇത് മാത്രം കൊണ്ടുപോയാൽ മതിയോ? ഇതിന് വല്ല ഓർമ്മയുണ്ടോ എത്ര പൈസ ബാക്കിയുണ്ടെന്ന്? എനിക്കറിയില്ല. ഇവരിലെ ചറവറയിലൊക്കെ അവിടെ മേടിച്ചോണ്ടിരിക്കുക. പിന്നെ 3ാമത്തെ പ്രാവശ്യം എത്തി. ബില്ല് കൊടുത്താൽ മതി. കൊടുത്തു. സമയം പോകട്ടാ. നിനക്ക് ഒരൈറ്റം കൂടി മേടിക്കാനുണ്ട്. 3250.
3.5. എത്ര റേറ്റ് ആയി? 9 ആയി. സമയത്ത് പറഞ്ഞത് സമയത്ത് കണ്ടോ നിനക്ക്? അറിയില്ല. വോയിസ് 1 മിനിറ്റ് ചെയ്യുമായിരുന്നു. ഓ ഇല്ല, ഇതിന്റെ റേറ്റ് എന്താ? നെക്സ്റ്റ് ഐറ്റം ചുമ്മാ കണ്ടതാ. 4000 റൈസ് കുക്കർ മേടിക്കാൻ പോവാണ്. ടൈം പോയി, തീർന്നു. പ്രായമായ അവന്റെ ഞാൻ പ്രതീക്ഷിച്ചത് നീ ചെയ്യുമെന്നാ. 9 ഐറ്റം. ഡോണ്ട് ബി ഡിസ്ഹാർട്ടൻഡ്. നിനക്ക് കിട്ടി, ക്ലാസ്സും കിട്ടി. വാ, ഇനി ആരെയും സാഡ് മ്യൂസിക് ഇട്ട് നമുക്ക് ബിജെപി നടക്കാം. ഓക്കെ, എല്ലാം തകർന്നതിന് രണ്ടാമത്തെ ഐറ്റം തന്നെ 2000 മേടിച്ചിരുന്നെങ്കിൽ അതെ ഹെൽപ്പ് ചെയ്ത് ഞാൻ. അതെ അതെ. എന്തായാലും ഇത്ര ഐറ്റം ഇനി നടക്കത്തില്ല, മേടിക്കാഞ്ഞോണ്ട്. ഫുള്ളും തരണ്ട, നീ ഷൂ വെച്ചോ. സ്കെച്ചേഴ്സ് അല്ലേ, നല്ല ഷൂ. താങ്ക് യു. താങ്ക് യു. പിന്നെ കാണാം. ബോയ്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ 50K തരും അടുത്ത പ്രാവശ്യം. ഇപ്പോൾ വീഡിയോ ബോയ്സ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഫിൽ ഔട്ട് ദ ഗൂഗിൾ ഫോം. അതിനകത്ത് ഞാൻ പിന്നെ റാൻഡംലി പിക്ക് ചെയ്ത് കോൾ ചെയ്യുന്നതായിരിക്കും.